സാക്രിഫൈസുകളുടെ പെരുമഴ തീർത്ത ഗെയിമെന്ന് വേണം ഈ ഗെയിമിനെ വിശേഷിപ്പിക്കാൻ. അത്രയ്ക്കും കിളി വാർന്ന ഒരു കിടിലൻ ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോണേ. ഈ ഗെയിം കളിച്ചിരിക്കുന്ന അഡോൾഫ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയറും ജീൻ ഡുഫ്രെ എന്ന് പറഞ്ഞ പ്ലെയറും തമ്മിലാണ്. അപ്പോൾ അഡോൾഫ് ആൻഡേഴ്സൺ ആണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്നത് ജീൻ ഡുഫ്രെ. ഇവിടെ ഗെയിം എങ്ങനെ പോയെന്ന് നോക്കിയാലോ. പോൺ ടു E4, E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇവിടെ B4 കളിച്ച് ആദ്യം തന്നെ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിൻ്റെ ഐഡിയ സെൻറ്ററിലേക്ക് കൂടുതൽ സ്പേസ് കിട്ടാനും സൈഡിലുള്ള പോണിനെ കൊടുത്താലും സെൻറ്ററിലോട്ട് കളിക്കാനുമാണ് ആൻഡേഴ്സിൻ്റെ ഐഡിയ. ഇത് തന്നെ നമ്മൾ ഇവാൻസ് ഗാംബിറ്റ് എന്ന് വിളിക്കും. ബിഷപ്പ് വെച്ച് പോണിനെ വെട്ടുന്നു, C3 കളിച്ച് ഇപ്പോൾ ഈ ബിഷപ്പിനെ ഓടിക്കുന്നു, ബിഷപ്പ് ജസ്റ്റ് A5 പോകുന്നു, D4. അപ്പോൾ സെൻറ്ററിൽ നല്ല കൺട്രോൾ ഉണ്ട്. അപ്പോൾ വൈറ്റിന് ഇങ്ങനത്തുള്ള ഓപ്പണിങ്ങുകളിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഐഡിയ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക, ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് വൈറ്റിൻ്റെ ഐഡിയ. പോൺ വെച്ച് പോണിനെ എടുക്കണു, തിരിച്ച് വേണമെങ്കിൽ നൈറ്റ് വെച്ചൊക്കെ ഈ പോണിനെ എടുക്കാം. പക്ഷേ അതൊന്നും നോക്കുന്നില്ല. വൈറ്റ് കളിക്കുന്നത് വെറുതെ ക്യാൻസൽ ചെയ്യുന്നു. വേണമെങ്കിൽ ഇവിടെ പോണിനെ എടുക്കാം, പക്ഷേ പോൺ ടു D3. ഇങ്ങനെ ഒരു മൂവ് എന്തിനാണ് കളിക്കുന്നത്? ഈ പോൺ വെറുതെ പോവല്ലേ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ ബിഷപ്പ് വെച്ചോ ക്യൂൻ വെച്ചോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പാസീവ് ആവും. വൈറ്റിന് കുറച്ച് ടൈം വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ക്യൂൻ B3. ആൻഡേഴ്സിന് ഇതിനൊന്നും സമയമില്ല. ആൻഡേഴ്സിൻ്റെ കണ്ണ് F7 പോണിലോട്ടാണ്. ക്യൂൻ F6 കളിക്കുന്നു. അപ്പോൾ F7 ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു. E5 കളിച്ചിട്ട് ഈ ക്യൂവിനെ ചലഞ്ച് ചെയ്യുന്നു. ക്യൂൻ G6 പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ പോൺ ഇവിടെ ഫ്രീ അല്ലേ? പക്ഷേ ഫ്രീ അല്ല. ഈ പോണിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വെറുതെ റൂക്ക് ഓൺ വരും, ഈ നൈറ്റ് പ്രശ്നത്തിലാവുകയും ചെയ്യും. 2 നൈറ്റും ഇതിനെ ചലഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതിനെ D6 അങ്ങ് കളിച്ചാൽ പോരെ? D6 കളിച്ചിട്ട് ഒരു രക്ഷയില്ല. കാരണം ബിഷപ്പ് G5 കളിച്ച് ഈ ക്യൂവിനെ ഓടിക്കും. ഇവിടെ ആകെ പ്രശ്നമാവും. ഈ പൊസിഷൻ വൈറ്റിന് മച്ച് ബെറ്റർ ആവും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ക്യൂൻ G6 പോകുന്നത്. റൂക്ക് E1 കളിക്കുന്നു, നൈറ്റ് G7, ബിഷപ്പ് A3. അപ്പോൾ 2 ബിഷപ്പുകളും, ഈ ബിഷപ്പ് വളരെ ആക്റ്റീവാണ്, മറ്റേ ബിഷപ്പുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു. B5 കളിക്കണം. ഇത് കുറച്ച് ഓക്വേർഡായിട്ടുള്ള മൂവായിട്ട് തോന്നാം, പക്ഷേ ഇതിൻ്റെ ഐഡിയ ഈ ഒരു റൂക്കിനെ ആക്ടിവേറ്റ് ചെയ്ത് കളിയിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാക്ക് ശ്രമിക്കുന്നത്. ക്യൂൻ വെച്ച് എടുത്തു കഴിയുമ്പോൾ ഈ റൂക്ക് ആക്റ്റീവ് ആവുകയും ചെയ്തു, ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ബിഷപ്പും നൈറ്റും വെൽ കോർഡിനേറ്റഡ് ആണ്. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ക്യൂവിനെ A4 കളിക്കുന്നു, ബിഷപ്പ് B6. കാരണം ഈ ഒരു നൈറ്റും എങ്ങാനും ഡിസ്കണക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനെ എടുത്തു കഴിയുമ്പോൾ ഈ നൈറ്റ് മാറിക്കഴിയുമ്പോൾ ഈ ബിഷപ്പ് ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ബിഷപ്പിനെ B6 കളിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു പോണ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു, എല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ വൈറ്റ് കളിക്കുന്ന ആൻഡേഴ്സൺ എങ്ങനെ ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നു? നൈറ്റിനെ വെറുതെ ഡെവലപ്പ് ചെയ്യുന്നു, ബിഷപ്പ് B7 കളിക്കുന്നു. അപ്പോൾ ഐഡിയ ബിഷപ്പിന് ഈ ഒരു ലോങ് ഡയഗണലിലേക്ക് കൊണ്ടുവരാനാണ്. ഒരു പക്ഷേ ക്യാസിൽ ചെയ്തു പോകുമായിരുന്നു കുറച്ചും കൂടെ നല്ലൊരു പ്ലാൻ. പക്ഷേ ഇവിടെ ബിഷപ്പിന് B7 കളിക്കുന്നു ബ്ലാക്ക്, നൈറ്റിനെ ഇവിടെ E4 കളിക്കുന്നു. അപ്പോൾ ഇനി ഒരുപാട് ഡേഞ്ചറസ് ത്രെട്ടുകളുണ്ട്. തൽക്കാലം D6 ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യണം. F6 ക്യൂനും ഈ പോണും കൺട്രോൾ ചെയ്യുന്നു. തൽക്കാലം അപകടമൊന്നും ഇല്ല എന്നുള്ളൊരു ഇല്യൂഷൻ ഉണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ക്യൂവിനെ F5 കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു പോണിലേക്ക് നൈറ്റും വെച്ചും ക്യൂനും വെച്ച് അറ്റാക്കാണ്. വെറുതെ ബിഷപ്പ് വെച്ച് ഇതിനെ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ത്രെട്ട് ഈ ഒരു നൈറ്റ് മാറി ഒരു ചെക്കും ഒരു ഡിസ്കവേർഡ് ചെക്കൊക്കെ വന്നിട്ട് ക്യൂ നഷ്ടപ്പെടും. അപ്പോൾ വളരെ കെയർഫുൾ ആവണം. അതുകൊണ്ട് ക്യൂവിനെ H5 കൊണ്ടുവരുന്നു. ഇവിടെയാണ് നമ്മുടെ സാക്രിഫൈസുകളുടെ പെരുമഴ തുടങ്ങുന്നത്. ഇനിയുള്ളതെല്ലാം ഫോഴ്സിങ് ലൈനാണ്. നൈറ്റ് F6 ചെക്ക്. അപ്പോൾ ചെക്കാണ്, ക്യൂവിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ക്യൂവും കൊടുത്തു കഴിഞ്ഞാൽ കളി കഴിയും. അതുകൊണ്ട് പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ ഈ നൈറ്റിലേക്കുള്ള ത്രെട്ട് പോണും ബിഷപ്പും റൂക്കും എല്ലാം കൂടെ ഈ ഒരു നൈറ്റിലേക്ക് ത്രെട്ട് ചെയ്യുകയാണ്. ഈ കിങ്ങുമായിട്ട് ലൈനപ്പും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യൂ ഇപ്പോൾ ബ്ലാക്ക്? റൂക്ക് G8 കളിക്കുന്നു. അപ്പോൾ ഈ നൈറ്റിനെ എന്തായാലും രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു റൂക്ക് ഇവിടെ പിന്നായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ നൈറ്റിനെ രക്ഷിക്കാൻ ഒരു രക്ഷയില്ല. പക്ഷേ ഈ റൂക്ക് G8 എന്നുള്ള നീക്കത്തോടെ ബ്ലാക്ക് ത്രെട്ടൻ ചെയ്യുന്നത് ക്യൂൺ ടേക്സ് നൈറ്റ് എടുത്തിട്ട് ഇവിടെ, കാരണം ഈ പോൺ വെച്ച് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പിൻഡാണ്. ക്യൂൺ ടേക്സ് നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പോൺ വെച്ച് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഈ ഐഡിയ ആണ് ബ്ലാക്ക് കളിക്കുന്നത്. പക്ഷേ ഇത് വളരെയധികം അബദ്ധമാണ്. കാരണം എന്താണ്? റൂക്ക് A D1. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെന്താണപ്പോൾ ഈ 2 മൂവ് കൊണ്ട് ചെയ്യുന്നത്? ഇതുകൊണ്ട് പ്രത്യേകം ഒരു പീസിന് വെറുതെ ഡെവലപ്പ് ചെയ്തല്ലേ ഉള്ളൂ. കളിയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ക്യൂൺ ടേക്സ് F3.
അപ്പോൾ ഇപ്പോൾ കാര്യം ഈ പോൺ വെച്ച് ക്യൂവിനെ എടുക്കാൻ പറ്റില്ല, കാരണം റൂക്കും ക്യൂവിനും കിങ് ലൈനപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റുകളുടെ പെരുമഴ. റൂക്ക് ടേക്സ് E7 ചെക്ക്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കിങ്ങിനെ അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ചെടുക്കാം. പക്ഷേ എങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും കിങ്ങിനെ ഇവിടെ D8 കളിച്ചു കഴിഞ്ഞാലും റൂക്ക് D7 സാക്രിഫൈസും ഈ ബിഷപ്പ് ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് കളിക്കുന്നത്? നൈറ്റ് E7 കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് കാണുമ്പോൾ ഈ ബിഷപ്പോ പോണൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പർപ്പസ് എന്നാണ്. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഇതൊന്നും അല്ലാത്തൊരു മൂവാണ് വൈറ്റ് കളിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് വൈറ്റ് ഇവിടെ കളിക്കുന്ന കിടിലൻ മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ക്യൂൻ ടേക്സ് D7 ചെക്ക്. അപ്പോൾ ക്യൂനെ എടുക്കണം. ക്യൂനെ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ക്യൂനെ എടുക്കുകയാണ് കളിയിൽ. ക്യൂനെ എടുത്തില്ലെങ്കിൽ കളി കഴിഞ്ഞു. ക്യൂൻ ടേക്സ് E7 ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ക്യൂനെ എടുക്കുന്നു. ഇനി എങ്ങനെയാണ് ഫോളോ അപ്പ്? ബിഷപ്പ് F5 ഡബിൾ ചെക്ക്. ബിഷപ്പും വെച്ചും ചെക്കാണ്, റൂക്കും വെച്ചും ചെക്കാണ്. അപ്പോൾ എവിടെ പോവും? കിങ് മാറി. ബിഷപ്പ് ഇവിടെ D7 ചെക്ക്. അപ്പോൾ ഒന്നെങ്കിൽ F8 പോവാം, അല്ലെങ്കിൽ ഇവിടേക്ക് പോവാം. രണ്ട് പോയാലും കളി കഴിഞ്ഞു. F8 പോയി കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് E7 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയം, എന്നാൽ പിന്നെ ഈ ഒരു ബിഷപ്പ് D7 ചെക്കിന് ശേഷം കിങ്ങിന് ഇങ്ങോട്ട് പോയാൽ പോരെ? ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് E7 ചെക്ക് മേറ്റ് ആണ്. രണ്ട് ബിഷപ്പുകൾ നല്ല സ്ട്രോങ് സ്ക്വയേഴ്സ് കൺട്രോൾ ചെയ്യുന്നു. അതോടെ ഇവിടെ ചെക്ക് മേറ്റ് ആവുകയും ചെയ്തു. ഈ ഒരു ബിഷപ്പിനെ ഈ റൂക്കും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ എത്ര സാക്രിഫൈസുകളാണ് ഈ ഗെയിമിൽ നടന്നത് നിങ്ങൾ തന്നെ ഒന്ന് എണ്ണി നോക്കുക. കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ബ്ലാക്കിൻ്റെ പീസ് എല്ലാം ആക്റ്റീവാണ്. റൂക്കും ക്യൂനും ബിഷപ്പും എല്ലാം ആക്റ്റീവാണ്. പക്ഷെ വൈറ്റിൻ്റെ ബ്രില്ലിങ് കാൽക്കുലേഷൻ കാരണം അഡോൾഫ് ആൻഡേഴ്സന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എവർഗ്രീൻ വിക്ടറി ഇവിടെ കിട്ടി. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റി എന്ത് തോന്നി എന്നൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.